നമ്മൾ മദ്രസയിൽ കുട്ടീനെ ചേർക്കാൻ ചെന്നാലേ, സ്കൂളിൽ കുട്ടീനെ ചേർക്കാൻ ചെന്നാൽ പ്രിൻസിപ്പാള്, പ്രധാനാധ്യാപകൻ, സദറുസ്താദ്, ഹെഡ്മാഷ് ഒരു ഫോം തരും. ആ ഫോമിൽ ഏറ്റവും മേലുണ്ടാവും കുട്ടിയുടെ പേര്, അതിൻ്റെ അപ്പുറത്തുണ്ടാവും വയസ്സ്, അതിൻ്റെ താഴെ ഉണ്ടാവും വീട്ടുപേര്, അതിൻ്റെ താഴെ ഉണ്ടാവും വിലാസം, അതിൻ്റെ താഴെ ഉണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ തൊട്ട് താഴെ ഉണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായതുകൊണ്ട് രക്ഷിതാവാകൂല, ആവുമെങ്കിൽ 2 കോളം വേണ്ട. ഏത് ഫോമിലല്ലാത്ത ഏത് ഫോമിലും നോക്കിക്കോളി. സ്കൂളിൽ ചേർക്കാൻ ചെന്നാലുള്ള, മദ്രസയിൽ ചേർക്കാൻ ചെന്നാൽ, കോളേജിൽ ചേർക്കാൻ ചെന്നാലുള്ള ഫോമിലുണ്ടാവും പിതാവിൻ്റെ പേര്, അതിൻ്റെ നേരെ അടിയിലുണ്ടാവും രക്ഷിതാവിൻ്റെ പേര്. പിതാവായാ പോരാ, രക്ഷിതാവാകണം. പിതാവാകൽ നല്ല രസമുള്ള പരിപാടിയാണ്. രക്ഷിതാവാകാൻ ഓർക്കണ്ട് ഒഴിച്ചേണ്ടി വരും, വെറുതെ നടക്കൂല. പിതാവാകൽ നല്ല രസമാണ്. മൂരിക്ക് വില കുറഞ്ഞ സമയം നോക്കുക. ഇപ്പോൾ കുറച്ച് വില കുറവാണ് ഇത്രയും മൂരിക്ക്, എന്നിട്ട് വാങ്ങിയിട്ട് ചെറിയൊരു മയച്ചാറിലുണ്ടെങ്കിൽ ഉഷാറായി ബിരിയാണി വെച്ചിട്ട് പിതാവാകുക. എന്നിട്ട് ഫോമിൽ എഴുതുക പിതാവിൻ്റെ പേര്. 2ാമത്തെ കോളാണ്ട് എഴുതണമെങ്കിലേ കുറച്ചടങ്ങേറുണ്ടാവും. രക്ഷിതാവിൻ്റെ പേര് എന്നുള്ളിടത്ത് പേരണ്ട് എഴുതണമെങ്കിൽ അത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നല്ലോണം അധ്വാനം ഉണ്ടായിന്, അതന്നെ ഈ പറഞ്ഞ സംഗതി. അതുകൊണ്ട് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം കാര്യങ്ങൾ. അവനവൻ്റെ മക്കളെ നോക്കാൻ അവനെ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. ഇതന്നെ സംഗതി. കുട്ടികളുടെ ഈമാൻ ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ശരിയാക്കി കൊടുക്കണം, കുട്ടികളുടെ സ്വഭാവം ശരിയാക്കി കൊടുക്കണം. എങ്ങനെയാണ് സ്വഭാവം ശരിയാക്കൽ? മാതാപിതാക്കളുടെ സ്വഭാവം ശരിയാവുമ്പോൾ കുട്ടികളുടെ സ്വഭാവം ശരിയാവും. ഇതിപ്പോൾ വാപ്പയും കുട്ടികളെ പഠിപ്പിച്ചിട്ടാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഗൗരവത്തിലാണ് പറഞ്ഞോളൂ. ദേഷ്യം പെടണം എന്ന് കുട്ടികളെ പഠിപ്പിക്കുക വാപ്പ. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ചെയ്ത്താൻ കയറുകയാണെങ്കിൽ ആദ്യം ദേഷ്യത്തിൻ്റെ രൂപത്തിലാണ് കയറുക. അത് വാപ്പ പഠിപ്പിക്കുകയാണ്. നമ്മൾ പാരമ്പര്യമായിട്ട് തന്നെ കുറച്ച് ദേഷ്യമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് കുറച്ച് ഉറക്കാണ് പറഞ്ഞോളൂ. അല്ലെങ്കിലോ കാണുന്ന നാട്ടുകാരെ മേക്കെട്ട് കയറിയിട്ട് അവസാനം അതെനിക്ക് പ്രഷർ കൂടിയതുകൊണ്ടായിരുന്നു. പ്രഷറിൻ്റെ ബുക്കുകൾ കുറേ ഞാൻ നോക്കിയിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ നോക്കി. പ്രഷർ കയറിയാൽ ആൾക്കാരെ പെരടിക്ക് കയറുമോയെന്ന് ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അതിന് ഗുളികൻ കുടിച്ചാളി, ഒരു നേരം കൊണ്ട് ശരിയാണില്ലെങ്കിൽ 2 നേരം കുടിച്ചോളി. പ്രഷറിൻ്റെ പേരും പറഞ്ഞാണ്ട് ആൾക്കാരെ മേക്കെട്ട് കയറാൻ നിൽക്കണ്ട. ദേഷ്യം മക്കളെ പഠിപ്പിക്കാൻ പാടില്ല. ദേഷ്യം പൈശാചികമായ സ്വഭാവമാണ്. അതുകൊണ്ട് മാതാപിതാക്കളിൽ നിന്നാണ് കുട്ടികൾ പഠിക്കുന്നത്, ദേഷ്യം പഠിക്കുന്നത്. സ്വഭാവം കേടുവരെ എപ്പോഴും എവിടെയെന്ന് നിങ്ങൾ അദബ് പാലിച്ചില്ലെങ്കിലാണ്. അദബ് പാലിച്ചില്ലെങ്കിലും ശീലങ്ങൾ പാലിച്ചില്ലെങ്കിലും, അദബ് പാലിച്ചില്ലെങ്കിൽ ഇബാദത്തുകൾ കേടുവരും, ശീലങ്ങൾ പാലിച്ചില്ലെങ്കിൽ സ്വഭാവം കേടുവരും. അദബ് പാലിച്ചില്ലെങ്കിൽ റേഞ്ചിൽ നിന്ന് പോകണ്ടോ നിങ്ങൾ? ഇല്ല, എന്നെ ഒപ്പം ഒന്ന് ചൊല്ലിക്കോളി. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ الشفيع الأبطحي والحبيب الأربي ارتكبت على الخطا غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة الشفيع الأبطحي والحبيب العربي. സ്വഭാവം ശരിയാക്കുക. എങ്ങനെ സ്വഭാവം ശരിയാക്കുക? പാപ്പാൻ്റെയും മാൻ്റെയും സ്വഭാവം ശരിയാകുമ്പോൾ തന്നെ നമുക്കൊരു 3 സെൻറ്റ് സ്ഥലവും അതിൽ ചെറിയൊരു പേരയെ കൂടി ആയി വന്നപ്പോഴേക്ക് രാവിലെയും ഉച്ചക്കും വൈകുന്നേരം തറവാട്ടിലുള്ള അമ്മാൻ്റെയും പാപ്പാൻ്റെയും കുറ്റം പറഞ്ഞങ്ങാണ്ടിരുന്നാൽ അതേ കുട്ടികൾ പഠിക്കുള്ളൂ. കുട്ടികളുടെ സ്വഭാവം കേടെടുത്തുന്നത് വാപ്പിയും തന്നെയാണ്, ഉമ്മയും തന്നെയാണ്, വേറെ ആരുമല്ല. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പഠിപ്പിക്കുന്നത് ഉമ്മയാണ് എന്നാണ്. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ബാപ്പാൻ്റെ കീശേന്ന് 100 ഉറുപ്പ്യ എടുത്തു, അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ
കുട്ടികളൊക്കെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. അവർക്കെന്താ വേറെ പണിയൊന്നുമില്ലേ? ഉമ്മ നല്ല ശ്രദ്ധിക്കും കുട്ടികളെ. ഇതുവരെ കഴിച്ചിരുന്നവരൊക്കെ അതപ്പം നോക്കിക്കണം. അള്ളാഹു നമ്മളെ കുട്ടികളൊക്കെ സ്വാലിഹ്യങ്ങളിൽ പെടുത്തട്ടെ, അവരൊക്കെ മുത്തഖീങ്ങളാക്കട്ടെ, ദുനിയാവിലെ ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. ആമീൻ. അപ്പം എന്തേ പറഞ്ഞാൽ നിങ്ങൾ ഒരൊക്കെ ഒന്നുകൂടി ചൊല്ലിക്കാണി. അന്ത മുൻജീനാ ഗദൻ മിൻ ശഫാഅതിക സഫാ മല്ലനാ മിസ്ലുക യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. പാപ്പാൻ്റെ കീശയിൽ 100 ഉറുപ്പിക എടുത്തു. അത് കുട്ടി കണ്ടു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി ചോദിച്ചു, ഉമ്മ ഐസ്ക്രീം വാങ്ങാൻ 10 ഉറുപ്പിക വേണമെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു തരൂലെന്ന് പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, എന്നാ അപ്പാൻ്റെ കീശേന്ന് പറഞ്ഞപ്പോത്തിന് 10 ഉറുപ്പിക കൊടുത്ത് കൊണ്ടുപോയി തിന്നട ഐസ്ക്രീം പണ്ടാറടക്കാൻ പറഞ്ഞാണ് കൊടുത്തു. ഇതിൻ്റെ പേരാണ് ബ്ലാക്ക് മെയിലിംഗ് എന്ന് പറഞ്ഞത്. ആരെ പഠിപ്പിച്ചത്? ഉമ്മ. 100 ഉറുപ്പിക എടുക്കേണ്ടി വരും കേട്ടോ, അല്ലാതെ എന്നെ പോലത്തെ ആൾക്കാരൊന്നും കിട്ടൂല, എടുക്കാതെ കൊടുക്കൂല. കാരണം കൊടുക്കുമ്പോൾ കൈ വറക്കും. ഇങ്ങോട്ട് മേടിക്കാൻ വളരെ ഉഷാറായിക്കാരം. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ അടുത്ത് എടുത്തുവെച്ചത് എന്തെങ്കിലും ഉണ്ടോ, അത് നല്ല ഉഷാറായിക്കാരം. പക്ഷെ അങ്ങോട്ട് കൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് എടുക്കേണ്ടി വരും. എടുത്താൽ എന്ത് വേണമെന്നറിയാം നിങ്ങൾ? പിറ്റേ ദിവസം രാവിലെ തുണിക്കുപ്പായൊക്കെ എടുത്ത് കുപ്പായൊക്കെ ഇട്ടുങ്ങാണ്ട് മൂപ്പര് പോണ നേരത്ത് കുട്ടി കേൾക്കുന്ന തരത്തിൽ പുതിയാപ്പണ്ണോട് പറയണം, നിങ്ങൾ പോവുക, ഞാൻ നിങ്ങളെ കീശയിൽ നിന്ന് ഇന്നലെ 100 ഉറുപ്പിക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടി കേൾക്കുമ്പോൾ മനസ്സിലായി, കട്ടതല്ലല്ലേ, അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾക്ക് മോശമായത് പഠിക്കും. ഉമ്മയും ബാപ്പിയും തന്നെയാണ് മോശപ്പെട്ട സ്വഭാവം പഠിപ്പിക്കണത്, വേറെ ആരുമല്ല. മാതാപിതാക്കളുടെ സ്വഭാവം എന്താണോ അതാണ് മക്കൾക്കുണ്ടാകുക. അൽ വലതു സിറു അബീഹി എന്നാണ്. മകൻ വാപ്പാന്റെ രഹസ്യമാകുന്നു എന്നാണ്. വാപ്പ സ്വകാര്യത്തിൽ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. വാപ്പ സ്വകാര്യത്തിൽ ആരും കാണാതെ ചെയ്യുന്നത് മകൻ പരസ്യമായി ചെയ്യും. കുറ്റിപ്പുറത്തിൻ്റെ അടുത്ത് ഒരു ഉമ്മമാരുടെ സംഗമത്തിന് പോയി ഞാൻ അടുത്തൊരു ദിവസം. അപ്പോൾ ഒരു ഓഡിറ്റോറിയം നിറയെ ഉമ്മമാരാ. അപ്പോൾ ഞാൻ അവിടുത്തെ സംഘാടകരോട് ചോദിച്ചു, എന്താ ഇപ്പം ഉമ്മാരെ മാത്രം ഇങ്ങനെ വിളിച്ചിട്ടുള്ള എന്താ സംഭവം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, നഴ്സറിയിൽ പഠിക്കുന്ന കുട്ടിയെ LP പഠിക്കുന്ന കുട്ടി വേണ്ടാത്തത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അപ്പം ഉമ്മാരൊന്ന് വിളിച്ചു കൂട്ടിയാണ്ടൊന്ന് പറഞ്ഞു കൊടുക്കാനാണ് കാരണം. അന്വേഷിച്ച് നോക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാം നിങ്ങൾ? കുട്ടി ഉറങ്ങിയെന്ന് കരുതിയിട്ട് മൊബൈലുമ്പോൾ കളിച്ചത് കുട്ടി സ്ഥിരമായിട്ട് കാണലുണ്ട്. അതാണ് കുട്ടി ഉറങ്ങാൻ കടന്നു. വാപ്പ കുറച്ച് നേരം വൈകിയിട്ടാ വരിക. വാപ്പ കുറച്ച് നേരം വൈകിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചോദിക്കും, നമ്മളെ കുഞ്ഞുട്ടി ഉറങ്ങിയോ എന്ന് ചോദിക്കും. അപ്പം അമ്മ പറഞ്ഞു ആ ഉറങ്ങിയെന്ന് പറയും. അങ്ങനെ അമ്മ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും ഉറങ്ങിയ മാതിരി കിടക്കും. അത് കുട്ടികളുടെ ഒരു മനഃശാസ്ത്രമാണ്. പണ്ടിങ്ങനെ കുറേ ആൾക്കാർ ഒന്നിച്ച് മരിച്ചു തരേ ഒരു നാട്ടിൽ എന്തോ ഒരു അപകടം ഉണ്ടായിട്ട്. അപ്പം ഇങ്ങനെ ഡോക്ടർ വന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഇവിടുന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ മൊത്തം മരിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പോൾ ജീവൻ മുഴുവൻ പോകാത്ത ഒരാളുണ്ടായിരുന്നു. അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട്, കഥയിക്കാരട്ടോ അതൊന്നും ഉള്ളതായിക്കോളണമെന്നില്ല, അയാളിങ്ങനെ തല പൊന്തിച്ചിട്ട് പറഞ്ഞു ഇല്ല ഞാൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ MBBS ഡോക്ടർ മരിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ തല പൊന്തിക്കെ കടക്കട എവിടെയെന്ന് പറഞ്ഞു എന്നാണ്. എന്ന മാതിരി ഇമ്മ ഉറങ്ങി എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടി ഉറങ്ങിയ മാതിരി ഇങ്ങനെ കിടക്കും. സംഗതി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഏറ്റവും ചുരുങ്ങിയത് ശ്വാസം വിടണതിൻ്റെ ഒച്ചയിലും കേൾക്കൂലേ, അതന്നെ പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒട്ടും മനസ്സിലാകൂല്ല കേട്ടോ. അല്ല ഇങ്ങനെ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താ പ്രശ്നം എന്ന്. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ത് പറയുന്നു എന്നതിനേക്കാൾ അവർ എന്ത് ചെയ്യുന്നു എന്ന് കുട്ടികൾ നോട്ട് ചെയ്യുന്നുണ്ട്. ഉമ്മാൻ്റെ ഇരുന്നും വാപ്പാൻ്റെ ഇരുന്നും അല്ലാതെ ഒരു കാര്യം പഠിക്കാനില്ല. അതുകൊണ്ട് മാതാപിതാക്കൾ അൽ ഉമ്മുഹിയ അൽ മദ്രസത്തുൽ ഊല എന്നാണ്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. വാപ്പാൻ്റെ സ്വകാര്യത്തെയാണ് മകൻ പരസ്യമാക്കുന്നത്. ഉമ്മയാകുന്നു ഒന്നാമത്തെ മദ്രസ. അതുകൊണ്ട് വരും നാളത്തെ തലമുറക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ മക്കളെയാണ്. അതുകൊണ്ട് അവരെ നമ്മൾ നന്നായിട്ട് വളർത്തണം, നല്ലോണം ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കണം. ഇമ്മാൻ്റെയും ബാപ്പാൻ്റെയും ദ്വാൻ്റെ അത്രേ മക്കൾക്ക് ഉപകാരം ചെയ്യുന്നൊരു ദ്വാ വേറെ ഇല്ല. മാതാപിതാക്കൾ മനസ്സറിഞ്ഞ് ദ്വാരന്നാൽ മക്കൾക്കത് വലിയ ഗുണമാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി റളിയല്ലാഹു അൻഹു മഹാനവർക്ക് ലഭിച്ചത് തൻ്റെ ഉമ്മയുടെ ദുആയായിരുന്നു എന്നാണ്. മൂപ്പരെ വാപ്പ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്, ഉമ്മ ദ്വാരുന്നു.
ഉമ്മാൻ്റെ ദുആ കാരണം കിട്ടിയത് 10 ലക്ഷം ഹദീസുകൾ, 10 ലക്ഷമല്ല ലക്ഷക്കണക്കിന് ഹദീസുകൾ കാണാൻ പഠിച്ചു. 4000 ഉസ്താദുമാരിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഇൽമു പഠിച്ചിട്ടുണ്ട് എന്നാണ്. 4000 ഉസ്താദുമാർ. ഞമ്മക്ക് മര്യാദക്ക് 4 ഉസ്താദുമാരുണ്ടോ എന്നിട്ടല്ലേ നമ്മൾ തമ്മ് തെറ്റിയാൽ 2 ചോദ്യം ചോദിക്കുക. ഒന്ന് ബുഖാരിയിലുണ്ടോയെന്നാണ് ചോദിക്കുക. ആൾക്കാർ തമ്മ് തെറ്റിയാൽ ചോദിക്കണ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്ന് ബുഖാരിയിലുണ്ടോ എന്നാണ് അതിലത്തെ ഒരു ചോദ്യം. ഈ ബുഖാരി എന്തുകൊണ്ടാണ് നമ്മൾ തമ്മ് തെറ്റുമ്പോൾ ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കാൻ കാരണം ഇമാം ബുഖാരി അത്രയും പ്രാധാന്യമറിയിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളതാണ് ആ ചോദിക്കണതിൻ്റെ കാരണം. അതുകൊണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 4000 ഉസ്താദുമാരുണ്ടായിരുന്നു. ഉമ്മാൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തിയാക്കിയതിന് ശേഷം മഹാനവറുകൾ അതിൻ്റെ പ്രകാശനത്തിന് വേണ്ടി മദീനയിലേക്ക് പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറക്കത്തിൽ വന്നിട്ട് ഇന്നണ്ട് വിളിക്കുമ്പോൾ ബുഖാരി ഏറ്റ് റൗദ ഷരീഫിൽ കയറി ചെല്ലണം. അതാണ് പ്രകാശനമായി തീരുമാനിച്ചത്. അങ്ങനെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മദീനയിൽ ചെന്ന് റൗദയുടെ പുറത്തൊരു സ്ഥലത്തു നിന്നു. പക്ഷേ നബി തങ്ങൾ വിളിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ദിവസങ്ങളോളം നിന്നു. അവസാനം വിളിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഉറക്കത്തിൽ വന്നിട്ട് പറഞ്ഞു, എന്നാൽ നിങ്ങൾ പോന്നാളി പറഞ്ഞു. അപ്പോൾ സഹീഹുൽ ബുഖാരി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് മഹാനവറുകൾ റൗദ ഷരീഫിലേക്കാണ് കയറിയതായിരുന്നു ബുഖാരിയുടെ പ്രകാശനം എന്ന് പറഞ്ഞത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അന്ന് നിന്ന സ്ഥലത്ത് സൗദി ഗവൺമെൻറ് പിൽക്കാലത്ത് ഒരു പള്ളി ഉണ്ടാക്കി. മസ്ജിദുൽ ബുഖാരി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെടുന്നു. എന്താ വിഷയം? ഉമ്മാൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിൽ രഹസ്യം. അതുകൊണ്ട് ഉമ്മാര് ബാപ്പാര് നല്ലോണം മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അടുത്ത തലമുറകൾക്ക് വേണ്ടി നമ്മൾ കാര്യമായി സൂക്ഷിച്ചു വെക്കുക. വളർന്നു വരുന്ന മക്കളെ അദബും ബഹുമാനവും മര്യാദയും നല്ല നല്ല ശീലങ്ങളും നമ്മൾ പഠിപ്പിക്കുക. ഓല് നല്ലവരാണ്, ഓല് മോശമൊന്നുമല്ല. കുട്ടികളൊക്കെ മോശമാണ്, ചെറുപ്പക്കാരൊക്കെ മോശമാണെന്ന് നമുക്ക് വെറുതെ തോന്നുക. റമദാൻ മാസം ആയാൽ അങ്ങാടിയിലെ പള്ളിയിൽ ഹൗദുക്ക് വെള്ളം അടിച്ചാലും തികയാത്തത് വയസ്സന്മാർ നിൽക്കരിച്ചിട്ടൊന്നുമല്ല, കുട്ടികൾ നിൽക്കരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരു മോശക്കാരല്ല, അവർ നല്ലവരാണ്. അവരെ ഉൾക്കൊള്ളാനും വിഷയങ്ങളിലേക്കൊക്കെ കൂടുതൽ അടുപ്പിക്കാനും അങ്ങനെ വലുതാക്കി കൊണ്ടുവരാനും എല്ലാ നന്മകളിലും അവരെ പങ്കു ചേർക്കാനും നമുക്ക് കഴിയുകയാണ് വേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ നമ്മളെയും നമ്മുടെ മക്കൾ, ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുറ്റത്തിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കടന്നു വന്നു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ തന്നിലേക്ക് അണഞ്ഞു കൂട്ടിപ്പിടിച്ച്, ഞാൻ ഹസനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും ഹസനെ ഇഷ്ടപ്പെടണം എന്ന് പറയുകയും സയ്യിദുനാ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തതാണ് ഒരു സംഭവം. രണ്ടാമത്തെ ഒരു സംഭവം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു വിശാലമായ ഗ്രൗണ്ടിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുന്നത് കാണുകയാണ്. പേരക്കുട്ടി കളിക്കുന്നത് കണ്ടപ്പോൾ നബി തങ്ങൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ വേണ്ടി ശ്രമിച്ചു. കുട്ടികളാവുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രവർത്തനം, ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി, അപ്പൊ നബി തങ്ങളും പിന്നാലെ ഓടി, പിന്നെ ഓടി, അപ്പൊ നബി പിന്നെ ഓടി. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ച് തന്നിലേക്ക് അണഞ്ഞുകൂട്ടി പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ദുആ ചെയ്തു. ഈ രണ്ട് കാര്യവും പറയാനുണ്ടായ കാരണം, കൗമാരക്കാരായ ആളുകളെ കുറിച്ച് പറയണം എന്ന് എന്നോട് നിർദ്ദേശിക്കപ്പെട്ടത് കൊണ്ടാണ്. കൗമാരക്കാർക്ക് പറയുന്ന പേര് അഡോളസൻസ് എന്നാണ്. അഡോളിയർ എന്ന ഒരു ഗ്രീക്ക് ശബ്ദത്തിൽ നിന്നാണ് അഡോളസൻസ് എന്നുള്ളത് ഉണ്ടായത്. വളർച്ച, ധാർമ്മികമായ പുരോഗതി എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള പ്രായത്തെയാണ് കൗമാരക്കാരെന്ന് പറയുന്നത്. വയസ്സിന്റെ കാര്യം അത്ര നിർബന്ധമൊന്നുമല്ല. 11-ലും കൗമാരം തുടങ്ങുന്നവരുണ്ട്, 20-ൽ അവസാനിക്കാത്തവരുണ്ട്,
19 അഭിപ്രായമുള്ളവരുണ്ട്. പെൺകുട്ടികൾക്ക് എന്തായാലും കൗമാരപ്രായം നേരത്തെ തുടങ്ങുമെന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് 13 ആയിട്ടില്ലല്ലോ, അപ്പോൾ കൗമാരമായിട്ടുണ്ടാവില്ല എന്ന് കരുതാൻ നിൽക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. വയസ്സത്ര നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. 3 മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്തെയാണ് കൗമാരം എന്ന് പറയുന്നത്. അത് ഏത് പ്രായത്തിലുണ്ടായാലും കൗമാരം തന്നെയാണ്. അതുണ്ടായാലേ കൗമാരോട്ട് ആവൂല്ല. 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കൗമാരക്കാരിൽ ഉണ്ടാവുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ വരുന്ന സമയമുണ്ട്. ഒന്ന് പ്രായപൂർത്തിയാകുന്ന സമയത്ത്, രണ്ടാമത്തേത് ജോലി കിട്ടുന്ന സമയത്ത്, മൂന്നാമത്തേത് റിട്ടയർഡ് ആകുന്ന സമയത്ത്. ജീവിതത്തെ മൊത്തം പരിശോധിച്ചാൽ 3 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ്. പ്രായപൂർത്തിയാകുന്ന സമയത്ത് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവും. ഞാൻ ഇപ്പോൾ വലിയ കുട്ടിയായി എന്ന് തോന്നും. ചിലപ്പോൾ വാപ്പ പറയും ചെയ്യും, ഇപ്പോൾ ഒന്നിനാത്രം പോകുന്ന കുട്ടിയായില്ല, ഇനി പയമായിരുന്നു ആയിരുത് എന്ന് പറയും. ഓനും തോന്നും ഞാൻ ഇപ്പോൾ ഒരു ഒന്നിനാത്രം പോകുന്ന വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നും. ആൺകുട്ടികൾക്കും തോന്നും, പെൺകുട്ടികൾക്കും തോന്നും. ഇമ്മയും പറയും ഇനി മറ്റേ ചെറിയ കുട്ടികളുമായിരുന്നു ആവരുത്, ഇതിപ്പോൾ വലിയ കുട്ടിയാണ് എന്ന് പറയും. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ വലിയ കുട്ടിയാണ് എന്നൊരു തോന്നലുണ്ടാവുമ്പോൾ ഇനി ആരും എന്നോട് ഇങ്ങോട്ട് ഒന്നും പറയണ്ട, ഇനി എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം എന്ന് തോന്നി തുടങ്ങുന്നതാണ് വലിയ കുട്ടിയുടെ പ്രശ്നം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന് മാറ്റേണ്ടത് ജോലി കിട്ടുമ്പോഴാണെന്നാണ്. ജോലി കിട്ടാൻ വേണ്ടി ഒരാൾ ഒരുപാട് അധ്വാനിക്കും, കുറെ വാതിലുകൾ മുട്ടും, കുറെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യും, കുറെ അവിടെ പോയി നോക്കും, ഇവിടെ പോയി നോക്കും. ജോലി കിട്ടിയാൽ അതുവരെ ഉണ്ടായിരുന്ന മുഴുവൻ സ്വഭാവം മാറും. ഒരു ജോലി കിട്ടിയിട്ട് വേണം ഒന്ന് ലീവ് എടുക്കാൻ എന്ന് ആലോചിക്കുന്ന മാതിരിയാ പിന്നെ തോന്നുക. അതിന്റെ മുമ്പ് ലീവ് എടുക്കുന്നവരോടൊക്കെ അവന് ഭയങ്കര ദേഷ്യക്കാരം, പക്ഷെ ജോലി കിട്ടിയാൽ പിന്നെ എന്നും ലീവ് തന്നെക്കാരം. ചില ജോലിക്കാരുണ്ട് മനുഷ്യന്മാരെ മോത്ത് നോക്കാത്തവര്. എല്ലാരും ഒന്നും ഞാൻ പറയണില്ല. ചില SI-മാര്, പഞ്ചായത്ത് സെക്രട്ടറിമാര്, വില്ലേജ് ഓഫീസർമാര് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്നാലും മോത്തുക്ക് നോക്കൂല. എന്നാലും അയാളെയും വിചാരം നാട്ടുകാരൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടപ്പെടണം എന്ന് ഇക്കാരം മാത്രം. പക്ഷെ അത് നടക്കൂല പരിപാടി. അങ്ങോട്ട് മൊത്ത് നോക്കിയെങ്കിൽ തന്നെ ഇങ്ങോട്ട് മൊത്ത് നോക്കുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളെ മൊത്ത് നോക്കിയില്ല, നിങ്ങളുടെ മൊത്ത് നോക്കൂല, ഉറപ്പല്ലേ. രണ്ടാമത്തെ ഒരു മാറ്റാണ് ജോലി കിട്ടുന്ന സമയം. മൂന്നാമത്തെ ഒരു മാറ്റാണ് റിട്ടയർഡ് ആകുന്ന സമയം. റിട്ടയർഡ് ആകുക എന്ന് പറഞ്ഞാൽ ഇപ്പോ ഗവൺമെന്റ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആവണമെന്നില്ല. ഗൾഫിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിന്റെ നിത്യകാര്യങ്ങൾ നോക്കുന്നതിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. റിട്ടയർഡ് ആകുമ്പോൾ വലിയൊരു മാറ്റം ഉണ്ടാവും. ഇന്നിപ്പോ ഇനി ഒന്നിനും പറ്റൂല എന്നുള്ളൊരു തോന്നൽ വരും. ചിലപ്പോ ഒക്കെ വീടുകളിലെ സമീപനം അതിനനുസരിച്ച് ആവും ചെയ്യും. കുട്ടികളിങ്ങനെ ദേശമൊക്കെ വലുതായി, ഒരാൾ കുവൈത്തിലും ഒരാൾ ഖത്തറിലൊക്കെ പോയെന്ന് അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ടായാലും ഉമ്മയും കുട്ടികളൊക്കെ കൂടി ഒന്നായിങ്ങാണ്ട് വാപ്പാനൊരൊറ്റ ചവിട്ടണ്ട് ചവിട്ടും. വാപ്പാക്ക് ഞാൻ പെരയിൽ ഒരു പരിപാടിയില്ല. ആകെയുള്ള പരിപാടി രാവിലെ ആ ചന്തയിൽ പോയിട്ട് മീൻ കൊണ്ടുവരിക, അത് കഴിഞ്ഞ് നഴ്സറി കുട്ടി പോകാനാവുമ്പോൾ റോഡ് സൈഡിൽ കൊണ്ടുപോയി നിർത്തുക, അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക, വല്ല ആടെന്തേലും ഉണ്ടെങ്കിൽ കന്നുകളൊക്കെ ഉണ്ടെങ്കിൽ നോക്കുക, വൈകുന്നേരം ടോർച്ച് കൊടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിട്ട് മുത്താലിമിങ്ങളെ സ്വീപ്പാക്കുക. വേറെയുള്ള പരിപാടികളൊന്നുമില്ല. അത്ര അത്യാവശ്യം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പെരയത്തൊരു വിഷയത്തിന് മൂപ്പരുണ്ടാവില്ല, മൂപ്പരോട് ചോദിക്കൂല്ല പെരക്കാർ. അതും വലിയൊരു പ്രശ്നമാണ്. വയസ്സന്മാരെ ഒഴിവാക്കണ്ട, സ്വീകരിക്കാനുള്ള വേണ്ടത്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ വാപ്പാനോടൊരു അഭിപ്രായം ചോദിക്കുക എന്നുള്ളത് ഇപ്പോൾ വളരെ കുറവാണ്. ഉമ്മാനോട് പിന്നെയും ചോദിക്കും, വേണ്ടാന്നല്ല ഞാൻ പറയണത്, ഉമ്മാനോട് ചോദിക്കേണ്ടത് തന്നെയാണ്. എന്നാലും വാപ്പാനോടൊരു അഭിപ്രായം ചോദിക്കുക എന്ന സമീപനം ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. വാപ്പ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, വാപ്പ സ്വർഗത്തിന്റെ നടുക്കത്തെ വാതിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. വാപ്പാന്റെ സ്വകാര്യ സൂക്ഷിപ്പുകാരാണ് യഥാർത്ഥത്തിൽ മക്കൾ എന്ന് പറഞ്ഞത് എന്നാണ്. വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ എല്ലാവരും അറിയും. വാപ്പാന്റെ അടുത്ത് എന്തെങ്കിലും കോറുങ്ങട് ആരും അറിയാത്തതുണ്ടെങ്കിൽ മക്കളിലൂടെ അതും അറിഞ്ഞോളും. അപ്പോൾ വാപ്പാന്റെ എല്ലാ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നത് മക്കളാണ്. വാപ്പ എന്ന് പറയുന്നത് മക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തെ മാറ്റാണത്. ഈ മൂന്നാമത്തെ മാറ്റം ഉണ്ടാവുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതുവരെ ഉള്ളതൊന്നും പറ്റൂല. വയസ്സന്മാർക്ക്, വയസ്സായ ആൾക്കാർക്കുള്ള വലിയൊരു കുഴപ്പമാണ്, അതുവരെയുള്ള ഒരു കാര്യം പറ്റൂല. കുട്ടികളൊക്കെ ഇങ്ങനെ വലുതായിട്ട് തന്നെയാണ് ആദ്യം തന്നെ ജനിച്ചതെന്നാണ് വലിയൊരു വിചാരം. ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു പള്ളിക്ക് കയറി ചെന്നാല് ഒരു കുട്ടി നിസ്കരിച്ചാൽ വന്നാല് ഹൗദിൽ നിന്ന് വെള്ളം മുക്കിയാലും കുഴപ്പമാണ്, മുക്കിയില്ലെങ്കിലും കുഴപ്പമാണ്.
ഹൗദെന്ന് വെള്ളം മുക്കിങ്ങാണ്ട് കാൽമക്കൂടെ പറഞ്ഞാൽ ഇജ്ജ് പടച്ചോന്റെ വെള്ളം മുഴുവൻ മുക്കി വെച്ചെന്ന് ചോദിക്കും. എന്നാ ഒരു കുട്ടി ഇനി ഇടങ്ങാറാവാനാവില്ല എന്ന് എഴുതിയിട്ട് കാല് വെക്കാതെ കയറിയാലോ അള്ളാന്റെ പള്ളിക്ക് കാല് വെക്കാതെ കയറിയെന്നായി. അപ്പോ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ടും അങ്ങനത്തെ ഒന്ന് പെരയിലുണ്ടായാലും വലിയ ഷീപ്പ് തന്നെയാണ്. പേരക്കുട്ടികൾക്ക് വിരുന്ന് വരാൻ പറ്റൂല, പത്രം എടുക്കാൻ പറ്റൂല, ഫോട്ടോ കീറും എന്നുള്ളതാണ് മൂപ്പര പ്രശ്നം. കണ്ണട എടുക്കാൻ പറ്റൂല, കാല് മുറി എന്നുള്ളതാണ് മൂപ്പര പ്രശ്നം. പേരക്കുട്ടികളുണ്ടാവുമ്പോൾ ചിലപ്പോൾ ഒരു കണ്ണടയുടെ കാലൊക്കെ ഒന്ന് മുറിഞ്ഞു എന്ന് വരും. അതൊക്കെ ഒന്ന് സഹിക്കാൻ വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞും മാന്തിങ്ങാണ്ട് ഇരിക്കരുത്. പ്രായമായ ഒന്ന് പെരയിലുണ്ടെങ്കിൽ പെരക്കാർക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുന്ന രൂപത്തിൽ പെരുമാറരുത്. മനുഷ്യന്റെ വലിയൊരു മാറ്റമുള്ള സമയമാണ് പ്രായമാകുന്ന റിട്ടയർഡ് ആകുന്ന സമയം എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമുണ്ടാകുന്ന സമയത്തെയാണ് അഡോളസൻ എന്ന് പറയുന്നത്, കൗമാരത്തിലേക്ക് കടക്കുന്ന കാലഘട്ടം. ഞാൻ ഇപ്പോൾ വലുതായിട്ടുണ്ട്, വലിയ കുട്ടിയായിട്ടുണ്ട് എന്ന് തോന്നുന്ന ഒരു സന്ദർഭമാണ് യഥാർത്ഥത്തിൽ അത്. ഈ സന്ദർഭത്തിൽ മനുഷ്യന് ചില ആഗ്രഹങ്ങളും ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. കൗമാരക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ 3 എണ്ണമാണ്. 3 പ്രശ്നങ്ങളുള്ളത്. ഒന്നാമത്തെ പ്രശ്നം, അവരെ ആക്ഷേപിക്കുന്നത് അവർക്കൊരിക്കലും ഇഷ്ടമല്ല എന്നുള്ളതാണ്. ഇപ്പോ അത്തിബരു ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഇപ്പം അടുത്ത് നമ്മളൊന്ന് വഫാത്തായി പോയി. ഉസ്താദിന്റെ അടുത്ത് ചിലപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാൻ ആരെങ്കിലുമൊക്കെ കുട്ടികളെ ഏറ്റുകൊണ്ടിരുന്നു. ഉസ്താദ് എൻ്റെ മോൻ തീരെ പഠിച്ചൂല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. ഉസ്താദ് അപ്പം തന്നെ ദേഷ്യപ്പെടും. അവനാൻ്റെ കുട്ടി പഠിക്കുന്ന അവനാൻ തന്നെ അഭിപ്രായം പിന്നെ ആർക്കും ഉണ്ടാകുക. ഞമ്മക്ക് നമ്മളെ പറ്റി നല്ലൊരു അഭിപ്രായം വേണ്ടേ? ഓ മോശക്കാരനാന്ന് ഞമ്മക്ക് തന്നെ അഭിപ്രായം ഉണ്ടെങ്കിൽ പിന്നെ ആർക്കാ ഓ നല്ലവനാണെന്ന് അഭിപ്രായം ഉണ്ടാകുക? ഉസ്താദ് എൻ്റെ കുട്ടി അത്യാവശ്യമൊക്കെ പഠിക്കുന്നുണ്ട്, ഓന് വയ്ക്കും പോലൊക്കെ ചെയ്യുന്നുണ്ട്, ഒന്നും കൂടി ഉസ്താറാവാങ്ങളും തോരക്കി എന്ന് പറയുകയാണെങ്കിൽ ഓക്കെയാണ്. ഇവൻ ഒന്നിനും പറ്റൂല, അപ്പം മോശക്കാരനാണ്, ഓൻ പഠിക്കണില്ല, ഞാൻ വെറുതെ ഓന് വേണ്ടി ഇങ്ങനെ കായ് അലവാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാല് അവനാന്റെ മക്കളെ പറ്റി അവനാന് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ പിന്നെ നാട്ടിലേക്ക് ഏതായാലും നല്ല അഭിപ്രായം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ ആദ്യം വേണ്ടത് അവനാൻ തന്നെയാണ് മക്കളെ പറ്റിയിട്ട് നല്ല അഭിപ്രായം. ഈ കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്, ആക്ഷേപിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ ഒരു കാര്യം, അവർക്ക് എന്തെങ്കിലും കഴിവുകേടുണ്ട് എന്ന് പറഞ്ഞത് തീരെ സഹിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. എന്തെങ്കിലും കഴിവുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഉഷാറാണ്. എന്തെങ്കിലും ഒരു സാധനം, ഒരു മൊബൈൽ കേടൊന്നു നന്നാക്കാൻ വേണ്ടി ഓൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഓനത് നല്ലോണം നന്നാക്കും എന്ന് പറഞ്ഞാൽ എത്ര ദിവസം ഇരുന്നിട്ടാണെങ്കിലും നന്നാക്കി തരും. കഴിവിനെ അംഗീകരിക്കൽ ഇഷ്ടമാണ്, കഴിവുകേടിനെ അംഗീകരിക്കൽ അവർക്ക് തീരെ ഇഷ്ടമല്ല. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ താൻ എല്ലാറ്റിനും പോന്നവനാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലാണത് എന്നതാണ്. എല്ലാത്തിനും ഞാൻ ഉഷാറാണ് എന്ന് സമപ്രായക്കാരായ ആളുകൾക്കിടയിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഉപദേശം പൊതുവെ ഇഷ്ടം കുറവായിരിക്കും. ഏത് കാര്യമാണെങ്കിലും ഇപ്പൊ വീട്ടിലെ ഉമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് മോനോട് ഇങ്ങനെ പറയും, മോനെ കഴിച്ചോ 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 എന്ന് ഇങ്ങനെ പറയും. കുറെ കഴിയുമ്പോൾ അവൻ ചോദിക്കും, തള്ളേ എനിക്ക് ആവശ്യമാണെങ്കിൽ ഞാനാണ് തിന്നൂലേ എന്ന്. വാസ്തവത്തിൽ അങ്ങനെ വെറുതെ ആവശ്യമില്ലാതെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അതാണ് നല്ല ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് 2 വട്ടമൊക്കെ പറയാ, ചോറും കൂട്ടാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കഴിച്ചോ എന്ന് പറയാ. പിന്നെ ഓൻ പറഞ്ഞതിനാണ് അതിന്റെ ശരി, ഓനറിയാലോ പൈസ ഉണ്ടെങ്കിൽ തിന്നണം, വേണേ തിന്നോളൂ, ഇല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ വേണ്ട, അത്രയല്ലേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞേ. അത് ഇങ്ങനെ ആവശ്യമില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ആവശ്യമില്ലാത്ത വർത്താനം ഓർക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സമയമാണ് അപ്പോ. വെറുതെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ടിരിക്കുക, ഒന്നിനും പറ്റാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക, ഒരു ചോറ് കഴിക്കാൻ പോലും അറിയാത്തവനാണെന്ന് സ്ഥിരപ്പെടുത്തുക, ഇതൊന്നും കുട്ടികൾക്ക് ആ സമയത്ത് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ആക്ഷേപിക്കാതെയും മോശമായ അഭിപ്രായം പറയാതെയും മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് സാധ്യമാവുക എന്നത് പ്രധാനപ്പെട്ട വിഷയം. ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ്, ഒരു സാറ്റിസ്ഫിക്കേഷൻ, ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്നെ അംഗീകരിക്കാനും എന്നെ ഇഷ്ടപ്പെടാനും ആരുമില്ല എന്നൊരു തോന്നൽ. ആരും എന്നെ മനസ്സിലാക്കണില്ല, ആരും എന്നെ ഇഷ്ടപ്പെടുന്നില്ല. ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ്, പെൺകുട്ടികളുടെ കാര്യമാണെങ്കിലും അവൻ തന്നെയാണ്. എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു തോന്നൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാവും. ഇതിന് മാതാപിതാക്കൾ സപ്പോർട്ട് ചെയ്യുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സപ്പോർട്ട് ചെയ്യാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അത് കഴിയാതെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾ മാതാപിതാക്കളെ എതിർക്കും. ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടാകേണ്ടത് വാപ്പാനെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉമ്മാനെയാണ്.
വലിയൊരു സദസ്സാണിത്. നിങ്ങൾ ആരും എന്നോട് മറുപടി പറയണ്ട, പക്ഷെ മനസ്സിൽ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഇതാണ്: ഈ ഇരിക്കണയിൽ എത്ര ആൾക്കാർ മൊബൈലിന് ലോക്കില്ലാത്തവരുണ്ട്? അതായത് അവനാന്റെ മക്കള് അവനാന്റെ മൊബൈൽ തുറന്നു നോക്കിയാൽ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വാപ്പയും ഉമ്മയും എത്ര പേരുണ്ട് എന്നതാണ്. നമ്മളെ മൊബൈൽ ഭാര്യ കാണാൻ പറ്റാത്ത രൂപത്തിലാണ്, ഭാര്യനത് ഭർത്താവ് കാണാൻ പറ്റാത്ത രൂപത്തിലാണ്, രണ്ടാളതും കുട്ടികൾ കാണാൻ പറ്റാത്ത രൂപത്തിലാണ്. നമ്മളിങ്ങനെ പറയും വാപ്പാനെ കുട്ടികൾക്ക് തീരെ വിശ്വാസമില്ല എന്ന് പറയും. വിശ്വാസത്തിനാവശ്യമായ കാര്യം നമ്മൾ ചെയ്യണ്ടേ? നമ്മളെ സെർച്ച് ഹിസ്റ്ററി, വാപ്പാന്റെ സെർച്ച് ഹിസ്റ്ററി കുട്ടികൾ അറിഞ്ഞാൽ കുഴപ്പമില്ലാത്ത രൂപത്തിലേക്ക് ആവണല്ലോ. അപ്പോഴാണ് വാപ്പാന്റെ വിശ്വാസം ഉണ്ടാകുക. അല്ലെങ്കിൽ വാപ്പാന്റെ വിശ്വാസം തകരൂലേ? ഭർത്താവിന്റെ മൊബൈൽ ഏത് സമയത്തും ഭാര്യക്ക് തുറന്നു നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ, ഭാര്യന്റെ മൊബൈൽ ഏത് സമയത്തും ഭർത്താവിന് തുറന്നു നോക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ വിശ്വാസ്യത ഉണ്ടാവും. വിശ്വാസ്യത പലപ്പോഴും നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് എന്നാലോചിക്കുക. വാപ്പാനെ പറ്റിയിട്ട് മോശമായ ഒരു കാര്യം കുട്ടി അറിയണമെങ്കിൽ എങ്ങനെ? ഉമ്മാനെ പറ്റി ഒരു മോശമായ കാര്യം കുട്ടി അറിയണമെങ്കിൽ എങ്ങനെ? ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, പ്രണയവിവാഹം നടത്തിയവരുടെ കുട്ടികൾ നന്നാവൂല എന്നാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, കുട്ടികൾ ഇങ്ങനെ വലുതാണതിനനുസരിച്ച് എന്റെ വാപ്പയും മീൻ പ്രേമിച്ച് കല്യാണം കഴിച്ചായിരുന്നു എന്ന് അറിയും. അപ്പൊ അത് എന്തായാലും ഓല് കേടുവരാൻ കാരണമാണ്. അത് വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 5 കാരണങ്ങളെ കൊണ്ടാണ് പ്രണയവിവാഹം പരാജയപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, മക്കളുണ്ടായതിനു ശേഷം ഭാര്യയും ഭർത്താവും ഉമ്മയും വാപ്പയും പ്രേമിച്ച് കല്യാണം കഴിച്ചതായിരുന്നു എന്ന് മക്കൾ അറിയുക എന്നത് തന്നെയാണ്. അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് മാതാപിതാക്കളെ കുറിച്ച് നല്ലത് മാത്രമേ കുട്ടികൾ അറിയാൻ പാടുള്ളൂ, അറിയുന്ന അവസ്ഥയെ ഉണ്ടാവാൻ പാടുള്ളൂ. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു കുട്ടിക്ക് വിശ്വാസം ഉണ്ടാവേണ്ടത് വാപ്പയെ ആയിരിക്കണം, ഉമ്മയെ ആയിരിക്കണം. അങ്ങനെ ജീവിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് ഓന് വാപ്പ എന്ന് പേരുണ്ടാകുക, അല്ലെങ്കിൽ വേറെ എന്തേലും പേരിടേണ്ടി വരും. വാപ്പയാവുമ്പോ ഈ വാപ്പയാവേണ്ടത് കുട്ടി മരിക്കുന്നത് വരെയാണ്, വാപ്പ മരിക്കുന്നത് വരെയല്ല. സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയി. അങ്ങനെ അറക്കാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കിടത്തിയിട്ട് കത്തിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അറക്കാൻ ഒരുങ്ങുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനോട് പറഞ്ഞു, മോനെ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറ. സ്വപ്നം മുഖേന എനിക്കൊരു വഹയുണ്ട്, ഞാൻ നിന്നെ അറുക്കണമെന്നാണ് പറയണത്, എന്താ എന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. മോൻ പറഞ്ഞു, യാ അബതി ഇഫ്അൽ മാ തുമർ, വാപ്പ നിങ്ങളോട് എങ്ങനെ കൽപ്പന വെച്ചാൽ അങ്ങനെ നിങ്ങൾ ചെയ്തോളി. ഇന്നി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിച്ചോളാന്ന് പറഞ്ഞു. ഈ ചോദ്യോത്തരം ഇസ്മായിൽ നബിനെ നേരത്തെ പഠിപ്പിച്ചതല്ല, ഉമ്മ പറഞ്ഞു കൊടുത്തതല്ലോ. മോനെ എന്റെ വാപ്പ എന്നെ ചിലപ്പോ അറക്കാൻ കൊണ്ടുപോകാൻ സാധ്യത ഉണ്ട് കേട്ടോ, അങ്ങനെ അറക്കാൻ കൊണ്ടുപോയിട്ട് കടത്തിയാൽ ഒരു ചോദ്യം ചോദിക്കും, ഞാൻ വഹയുണ്ടായിട്ടുണ്ട് എനിക്ക് എന്നെ അറക്കണം എന്ന് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്തോളി, ഞാൻ ക്ഷമിച്ചോളാന്ന് മറുപടി പറഞ്ഞുകൊണ്ടൂന്ന് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഉമ്മ നേരത്തെ ഇസ്മായിൽ നബിനെ പഠിപ്പിച്ചതല്ല, ഈ ചോദ്യോത്തരം നേരത്തെ പ്ലാൻ ചെയ്തതല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് ചോദിക്കുമ്പോ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് ഈ മറുപടി പറയാൻ കഴിയണമെങ്കിൽ അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടായിരിക്കണം എന്നതാണ്. അതിനനുകൂലമായ സാഹചര്യം നേരത്തെ ഉണ്ടാവണം. ആ വാപ്പാന്റെയും മകന്റെയും ഇടയിൽ ഇങ്ങനെ മറുപടി പറയാൻ ആവശ്യമായ സാഹചര്യം നേരത്തെ രൂപപ്പെട്ടിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വിഷയങ്ങളെ നമ്മൾ ഗൗരവത്തോടെ കൂടെ കാണണം. ഏതൊരു മനുഷ്യനാണെങ്കിലും ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി എന്റെ കുട്ടിയാവണമെന്ന് ആഗ്രഹിക്കും. ഇപ്പൊ ഈ ഇരിക്കണ എല്ലാവരും, ഇപ്പൊ ഞാനും ഇവിടുത്തെ രക്ഷിതാവാണ്, ഈ ഇരിക്കണവരെല്ലാവരും രക്ഷിതാക്കന്മാരാണ്, പെണ്ണുങ്ങളും രക്ഷിതാക്കന്മാരാണ്. ഈ ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടി എന്റെ കുട്ടിയാണെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടാവും. ഈ ലോകത്തെ ഏറ്റവും നല്ല കുട്ടി, ഏറ്റവും പ്രസിദ്ധനായ കുട്ടി ഒക്കെ എന്റെ കുട്ടിയാണെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും, ഈ ഇരിക്കണ ഓരോരുത്തർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് കുട്ടികളോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നതിനെ കുറിച്ച് നമുക്ക് പലപ്പോഴും ധാരണയില്ലാതെ പോവുകയാണ്. ഇപ്പോ ചാടിപ്പോണതിനെ പറ്റിയുള്ളൊരു പഠനമുണ്ട്. ഒരു കുട്ടി ചാടിപ്പോവുകയാണ്. ചാടിപ്പോണ ഒരു കുട്ടിനെ വിളിച്ചിട്ട്, ആൺകുട്ടിയാലും പെൺകുട്ടിയാലും വിളിച്ചിട്ട്, മോനെ എന്തിനാ ചാടിയെന്ന് ചോദിച്ചാൽ അധികം ആൾക്കാരും പറയാ സ്നേഹം കിട്ടാത്തതുകൊണ്ടാണെന്നാണ്. ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് കിട്ടുക തുടങ്ങിയ വിഷയങ്ങളെ കുറിച്ച് നമുക്ക് പലപ്പോഴും ബോധമില്ല. ഒരു ചെറിയ കുട്ടിനെ നമ്മൾ വിളിച്ചിട്ട്, മോനെ അനക്ക് വാപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളും ഉമ്മാനെ എന്നാണ് പറയാ. അപൂർവം കുട്ടികൾ മാത്രമാണ് വാപ്പാനെയാണ് ഇഷ്ടം എന്ന് പറയുന്നത്. കുട്ടിനെ വിളിച്ചിട്ട് അതിലൊരു വലിയ പ്രശ്നം കേട്ടോ. അത് ശരിക്കും ഒരു കാപഢ്യം പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രശ്നം അതിലുണ്ട്. കുട്ടിനെ വിളിച്ചിട്ട്
വാപ്പല്ലാത്ത സമയത്ത് ചോദിക്കും മോനെ എനിക്ക് ഉമ്മാനെ ഉപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്ന് പറയും. വാപ്പുള്ള സമയത്ത് ഇമ്മല്ലാത്ത സമയത്ത് കുട്ടിനോട് എനിക്ക് വാപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ വാപ്പാനെ എന്ന് പറയും. വാപ്പി ഇമ്മയുള്ള സമയത്ത് മോനെ എനിക്ക് ഉപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം എന്ന് പറഞ്ഞാൽ കുട്ടി വലിയൊരു പ്രതിസന്ധിയിലകപ്പെടും. ആ പ്രതിസന്ധിയെ മറികടക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന പ്ലാനിങ് ആണ് പിന്നീട് കാപട്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. പല ചോദ്യങ്ങളും കുട്ടിയോട് ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമാണ്. എന്തിനാ പോയി ചോദിക്കേണ്ട ആവശ്യം? എനിക്ക് ഉപ്പാനെ ഉമ്മാനെ നല്ല ഇഷ്ടം, എന്താ രണ്ടാളും ഇഷ്ടമുണ്ടായിക്കോട്ടെ. വാസ്തവത്തിൽ നമ്മളെ തോനെ ഇഷ്ടപ്പെടണമെന്ന ഒരു സ്വാർത്ഥതയെ കുട്ടിയിൽ വളർത്താനുള്ള ശ്രമമാണ്. ആ ശ്രമം പിന്നീട് നിഫാഖായിട്ടാണ് രൂപപ്പെടുന്നത്, കാപട്യമായിട്ടാണ് രൂപപ്പെടുന്നത്. അതൊരാവശ്യമില്ലാത്ത ചോദ്യമാണ്. ആവശ്യമുള്ളതൊന്നും ചോദിക്കാൻ നമുക്ക് നേരമില്ല, ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കാൻ നേരമുണ്ട്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്, കുട്ടികൾ ഔലിയാക്കളാവണം എന്ന് ആഗ്രഹിക്കുന്നവർ 5 കാര്യങ്ങൾ പരിപാലിക്കണം എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കുട്ടികളുടെ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കുട്ടി തയ്യാറാവുന്ന ഒരവസ്ഥ ഉണ്ടാണെന്നാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇതാണ്, ഒരു കുട്ടി മാതാപിതാക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത സമയം എപ്പോഴാണോ അപ്പോൾ കുട്ടിയിൽ എന്തോ ഒരാവശ്യമില്ലാത്തത് വളർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. വാപ്പ ഭൂമുഖത്തുണ്ട്, കുട്ടികളെ അടുക്കളയിൽ കൂടിയേ വരുള്ളൂ. അപ്പൊ നമ്മളെങ്ങനെ പറയും, ആ ചെക്കൻ എന്തൊരു ചെക്കനാ അടുക്കളയിൽ കൂടെ വരുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും അടുക്കളയിൽ കൂടെ വരുന്നത്. വാപ്പ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ് അല്ലെങ്കിൽ പൂമുഖത്ത് ഇരിക്കുകയാണ്, കുട്ടി അടുക്കളയിൽ കൂടെയാണ് വരുന്നതെങ്കിൽ വാപ്പ മനസ്സിലാക്കേണ്ടത് ഞാൻ വാപ്പ അല്ലാത്തത് കൊണ്ടാണ്, നരി ആയതുകൊണ്ടാണ് എന്നാണ്. വാപ്പാന്റെ സ്വഭാവത്തിൽ എന്തോ പ്രശ്നമുള്ളതുകൊണ്ടാ, അല്ലെങ്കിൽ കുട്ടികളെ കൂടെ തന്നെ വരുള്ളൂ. പൂമുഖത്തൂടെ തന്നെ വരുന്ന കുട്ടികൾ ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള സ്വഭാവം മാറ്റണം. കഴിഞ്ഞ റഹാം അസംബ്ലിയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, അയൽപക്കത്തെ കുട്ടിയോടുള്ള സമീപനം സ്വന്തം മക്കളോട് പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞു. അതിന് അമ്മായിന്റെ കുട്ടി നമ്മളെ പെരേക്ക് വിരുന്ന് വന്നു. അമ്മായിന്റെ കുട്ടിക്ക് ഒരു ഗ്ലാസ് ചായ കൊടുത്തപ്പോ ഗ്ലാസ് വീണങ്ങാണ്ട് താഴെ പൊട്ടിയാല് സാരല്ല, ഒരു കുപ്പി ഗ്ലാസ് അല്ലേ, 20 ഉറുപ്പ്യന്റെ കേസല്ലേ ഉള്ളൂ, കുട്ടികളാവുമ്പോ അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഗ്ലാസ് വീണാ പൊട്ടാതിരിക്കോ, ഇവിടുത്തെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ വാചാലനാവും. അമ്മായിന്റെ കുട്ടിയായതുകൊണ്ട്. സ്വന്തം കുട്ടിയിരുന്നാണ് ഗ്ലാസ് വീണ് പൊട്ടിയതെങ്കിൽ ബദർ യുദ്ധം നടക്കുക പെരേല്. അനക്കിവിടെ ഗ്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെന്തടാ പണിയെന്നായി. അയൽപക്കത്തെ കുട്ടിയോട് കാണിക്കുന്ന സമീപനം നമ്മുടെ കുട്ടിയോട് കാണിക്കാനുള്ള ക്ഷമയും അറിവും നമുക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൗമാരക്കാരല്ല പ്രശ്നം, കൗമാരക്കാരോടുള്ള പെരുമാറ്റമാണ് പ്രശ്നം. വഫിയ നടത്തുന്നത് വലിയൊരു ശ്രമമാണ്. ഇപ്പറഞ്ഞ ഈ രൂപത്തിലുള്ള കുട്ടികളാണ് ഓലെടുക്കണേ. ഞാൻ ഈ പറഞ്ഞ രൂപത്തില് തൊട്ടാ പൊട്ടണത് എന്ന് നമ്മൾ പറഞ്ഞ ആ കൂട്ടത്തിൽപ്പെട്ട കുട്ടികളാണ് ഓലെടുക്കണത്. അതിൽ വലിയൊരു സംഭവമുണ്ട്. വിജ്ഞാനം നൽകുന്നവനെ അംഗീകരിക്കാൻ തയ്യാറാകുന്നതാണ് മനുഷ്യന്റെ അടിസ്ഥാന മനസ്സ് എന്നാണ്. മനുഷ്യന്റെ അടിസ്ഥാന 3ാം മനസ്സാണ്. മനുഷ്യന്റെ എല്ലാ മനുഷ്യന്മാർക്കുള്ള പ്രത്യേകതയാണ് വിവരം നൽകുന്നവനെ അംഗീകരിക്കാൻ തയ്യാറാകും എന്നത്. വാപ്പ വിവരം പഠിപ്പിക്കുകയാണെങ്കിൽ വാപ്പാൻ അംഗീകരിക്കും, ഉമ്മ വിവരം പഠിപ്പിക്കുകയാണെങ്കിൽ ഉമ്മാൻ അംഗീകരിക്കും. അല്ലെങ്കിൽ ആരാണോ വിവരം പഠിപ്പിക്കുന്നത്, വിജ്ഞാനം പഠിപ്പിക്കുന്നതിനെ അംഗീകരിക്കാൻ തയ്യാറാകും എന്നത് മനുഷ്യന്റെ മനസ്സിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും വാപ്പയും ഉമ്മയും പറഞ്ഞാൽ അനുസരിക്കാത്തത് ഉസ്താദും മാഷും ടീച്ചറും പറഞ്ഞാൽ അനുസരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോ കുട്ടികൾ നന്നാവണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കുട്ടിയോട് എങ്ങനെയാണ് സമീപിക്കേണ്ടത്, എന്തെല്ലാം സമീപനമാണ് സ്വീകരിക്കേണ്ടത്, ഏതെല്ലാമാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നതിനെ കുറിച്ച് പലപ്പോഴും നമുക്ക് ബോധമില്ലാതെ പോവുകയാണ്. ഞാൻ പറയുന്നത്, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പല ഹോർമോണുകളും പ്രവർത്തിക്കുന്നുണ്ട്. ശരീരത്തിലെ ഏറ്റവും കൂടുതൽ ഹോർമോൺ ചേഞ്ച് ഉണ്ടാകുന്ന സമയമാണ് അഡോളസൻ പീരിയഡ് എന്ന് പറയുന്ന കൗമാരപ്രായം. ഒരു കുട്ടിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് സാറ്റിസ്ഫിക്കേഷൻ എന്ന് പറഞ്ഞതാണ്. 7 പ്രധാനപ്പെട്ട ഹോർമോണുകളാണുള്ളത്. അതിൽ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. 3ാമത്തെ ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഓക്സിറ്റോസിൻ ഹോർമോണിനെ എല്ലാവരും ആഗ്രഹിക്കും എന്നതാണ്. ഓക്സിറ്റോസിൻ ഹോർമോൺ ഉണ്ടാകുന്നത് പുരുഷന് സ്ത്രീ സാന്നിധ്യത്തിലൂടെയും സ്ത്രീക്ക് പുരുഷ സാന്നിധ്യത്തിലൂടെയുമാണ്. ഞാൻ ഈ പറയുന്ന ഒരു വാക്ക് നിങ്ങൾ നിർബന്ധമായും കേട്ടിരിക്കണം. ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയുടെ കൂടെ ഒളിച്ചോടുകയാണെങ്കിൽ വാപ്പാന്റെ സാന്നിധ്യക്കുറവാണ് അതിന്റെ കാരണം.
ഒരാൺകുട്ടി ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയാണെങ്കിൽ ഉമ്മാന്റെ അസാന്നിധ്യമാണ് അതിന്റെ കാരണം വാപ്പ അണഞ്ഞൂട്ടി പിടിക്കുമ്പോ, ഒരു കാര്യം ഞാൻ പറയാം, ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടു. ഭാര്യ പ്രസവിച്ചു എന്ന് കേട്ടാൽ ഭർത്താവ് ഉടനെ ചെയ്യേണ്ട ഒരു പ്രവർത്തനമുണ്ട്. ഭർത്താവ് ഓടിച്ചെല്ലണം, ഭാര്യന്റെ അടുത്ത് എന്നിട്ട് ഒരു സ്റ്റൂൾ വലിച്ചിട്ട് അവിടെ ഇട്ടിട്ടായ്മ ഇരിക്കണം. എന്നിട്ട് നല്ലൊരു ടർക്കി എടുത്തുങ്ങാണ്ട് മടിയിൽ വിരിക്കണം. എന്നിട്ട് കുട്ടിനെ എടുത്തുങ്ങാണ്ട് ആ ടർക്കിക്ക് വെക്കണം. 2 കൈയും ഇങ്ങനെ തലോടി കൊടുക്കണം. വാപ്പാന്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഒരു ഗുണമുണ്ട്. ആ ഗുണത്തെ റിജാലിയത്ത് എന്ന അറബിയിൽ പറയും, പൗരുഷം എന്ന് മലയാളത്തിൽ പറയും. വാപ്പാന്റെ അടുത്ത് നിന്ന് കുട്ടിക്ക് കിട്ടേണ്ട ഗുണമാണ് റിജാലിയത്ത് എന്ന പൗരുഷം. പൗരുഷം എന്ന ഗുണം ആൺകുട്ടിക്കും വേണം, പെൺകുട്ടിക്കും വേണം. പൗരുഷം എന്ന ഗുണം പെൺകുട്ടിക്കുണ്ടെങ്കിലേ മിനി ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യണ സമയത്ത് പിന്നെന്ന് ആരേലും വന്ന് തോണ്ടിയാൽ മുട്ടുസൂചി എടുത്ത് കുത്തുള്ളൂ, ഇല്ലെങ്കിൽ ചിരിച്ചിങ്ങാണ്ട് ഇങ്ങനെ നിന്നൊടുക്കലേ ഉണ്ടാവുള്ളൂ. പൗരുഷം മനുഷ്യനാവശ്യമുണ്ട്. ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയട്ടെ, രാത്രി ഉറക്കത്തിൽ നിന്ന് പേടിച്ചുണർന്ന് കരയുന്ന കുട്ടിയെ വാപ്പ ഉറക്കിയാൽ ഉണരില്ല. നിങ്ങൾ എഴുതി വെച്ചോളി, വാപ്പ ഉറക്കിയാൽ ഉണരൂല. വാപ്പാന്റെ അടുത്ത് കുട്ടിക്ക് കിട്ടേണ്ട ചില ഗുണങ്ങളുണ്ട്, അത് നിർബന്ധമായിട്ടും കിട്ടിയിരിക്കണം. ഒരു ഹഗ്ഗിങ്ങിലൂടെ, ഒരണഞ്ഞൂട്ടിപ്പിടുത്തത്തിലൂടെ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരുപാട് ഗുണങ്ങളുണ്ട്. കൗമാരപ്രായക്കാരായ ആളുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ആൺകുട്ടികളാണെങ്കിൽ ഉമ്മാന്റെ അടുത്ത് നിന്നുള്ള ഒരു അണഞ്ഞൂട്ടിപ്പിടുത്താണ്, പെൺകുട്ടികളാണെങ്കിൽ വാപ്പാന്റെ അടുത്ത് നിന്നുള്ള ഒരു അണഞ്ഞൂട്ടിപ്പിടുത്താണ്. അതിലൂടെ രൂപീകരിക്കപ്പെടുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ. മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനന്ദത്തിന്റെയും സംതൃപ്തിയുടെയും ഹോർമോണാണ് യഥാർത്ഥത്തിൽ അത്. അപ്പൊ അതുകൊണ്ട് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവണം. വാപ്പാന്റെയും ഉമ്മാന്റെയും അടുത്തേക്ക് വരാൻ തന്നെ പേടിക്കുന്ന രൂപത്തിലാണ് കുട്ടിയാണെങ്കിൽ പിന്നെ എവിടുന്ന് അണഞ്ഞൂട്ടി പിടിക്കാൻ പറ്റുക? അതുകൊണ്ട് പേടിയില്ലാതിരിക്കാൻ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ശീലം കൊണ്ടുവരണം. ഹർത്താലിന്റെ അന്നെങ്കിലും ഒരു നാടൻ കോയിനെ അറുത്തിട്ട് ഒരു നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കിങ്ങാണ്ട് എല്ലാരും കൂടിയും വാപ്പയമ്മയും കുട്ടികളൊക്കെ കൂടിയും കൂടിയിരുന്നുങ്ങാണ്ട് തിന്നണ ഒരു സമീപനം ഉണ്ടെങ്കിൽ, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്: മക്കൾ മാതാപിതാക്കളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ശീലം നിലനിൽക്കുന്നുവെങ്കിൽ അവർ ഔലിയാക്കളാവാൻ സാധ്യതയുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണോ മാതാപിതാക്കളുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ കുട്ടി മടി കാണിക്കുന്നത്, അപ്പോൾ ജീവിതത്തിൽ എന്തോ ഒരു താളപ്പിഴവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ എല്ലാ സമയത്തും ചെറുപ്പം മുതൽ മക്കളും മാതാപിതാക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, ഒഴിവുള്ള ദിവസമെങ്കിലും സൗകര്യപ്പെടുന്ന ദിവസമെങ്കിലും അങ്ങനെ ഒരു സമീപനം കുടുംബത്തിൽ വളർത്തിയെടുക്കേണ്ടതുണ്ട്. അപ്പോഴാണ് കൗമാരക്കാരായ ആളുകളുടെ, ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും, അവരുടെ പ്രശ്നത്തെ മനസ്സിലാക്കാനും സപ്പോർട്ട് ചെയ്യാനും അതിൽ ഇടപെടാനും നമുക്ക് സാധ്യമാകുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ള ഘട്ടം കൂടിയാവുന്നു അത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അണഞ്ഞുവിട്ട് പിടിച്ച സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ്. ജീവിതത്തിൽ ഇതെല്ലാം നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയവരാണ് നമ്മളെല്ലാവരും. പക്ഷേ നിത്യജീവിതത്തിലേക്ക് വരുമ്പോ, പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോ, കുടുംബജീവിതത്തിലേക്ക് വരുമ്പോ നമ്മൾ അതെല്ലാം അവഗണിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നാളെയുടെ നമ്മുടെ വാഗ്ദാനങ്ങളായ, നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയായ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവർ വളർന്നു വരണം. അവർ നമ്മൾ സിറാത്ത് പാലം കിടക്കുന്ന സമയത്ത് കയ്യുമ്മ പിടിക്കാനുള്ളവരാണ്. നാളെ ഞാനൊരു ദിവസം ഇങ്ങനെ ഒരു സ്ഥലത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ 3 പെൺകുട്ടികളുണ്ട്, ഒരു ആൺകുട്ടി ഉണ്ടാകാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കൊണ്ട് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്തിനാ എനിക്ക് ഒരു ആൺകുട്ടി എന്ന് ചോദിച്ചപ്പോ അയാൾ പറഞ്ഞ മറുപടി, വയസ്സാവുമ്പോ മരുന്നെടുത്ത് തരാനാണ് എന്നാണ്. വയസ്സാവുമ്പോ മരുന്നെടുത്ത് തരാൻ കായുണ്ടെങ്കിൽ നഴ്സിനെ വെച്ചാല് അവനാന്റെ കുട്ടിയെ എടുത്തരുന്നേക്കാൾ ഉഷാറായിട്ട് എടുത്തുതരും. അതിനൊന്നല്ല കുട്ടി, നമ്മളാ സിറാത്ത് പാലത്തിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ മേപ്പിട്ട് നോക്കുന്ന ഒരു സമയമുണ്ട്. വാളിനേക്കാൾ മൂർച്ചയായത്, മുടിയേക്കാൾ നേർമയായത്, എന്തായാലും അവിടെ ചെന്നിട്ട് ഒന്നിങ്ങനെ പഠിച്ചോൻ എന്താ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ അപ്പുറത്തുനിന്ന് വാഫി കുട്ടി, ഹാഫിലായ കുട്ടി പാലത്തിന്റെ അപ്പുറത്തുണ്ട്. വാപ്പ അങ്ങോട്ട് പോരി, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോ ഒരു നടത്തുണ്ടാവും അയിമക്കൂടെ. അതിനാ കുട്ടി എന്ന് പറഞ്ഞത്. അല്ലാതെ വയസ്സാകുമ്പോ മരുന്നെടുത്ത് തരാനോ സ്വത്തിലും മുതലിലും അനന്തരം എടുക്കാനോ അജ്ജിനും ഉണ്ടാവാനോ ഒന്നുമല്ല. അതൊക്കെ കുട്ടികളില്ലെങ്കിലും നടക്കും. 120ഓളം വരികളായിട്ട് സ്വർഗത്തേക്ക് ഇങ്ങനെ മനുഷ്യന്മാര് വരി നിൽക്കും മാഷറയില്. 120 വരി, അതിൽ 90 വരി എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു.
ഊരക്കം കൈയ്യൊടുത്തിട്ട് അവിടെ ഇങ്ങനെ പോയി നിന്ന് നോക്കുമ്പോ 90 വരി മുത്തുനബിയുടെ ഉമ്മത്ത് നിൽക്കണേല് 4 ഞമ്മളതില്ലെങ്കിൽ സംഗതി ഒരു ഇടങ്ങാറിനേക്കാരം. അതിനാ കുട്ടി, എന്തിനാ കുട്ടി എന്നത് തീരുമാനമാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് മക്കൾ എന്ന് പറയുന്നത് ദുന്യാവുക്കുള്ളതല്ല, മക്കൾ എന്നത് ആഖിറത്തിലേക്കുള്ളതാണ്. ഞാൻ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. കാരണം വാഫിക്ക് വേണ്ടി നമ്മൾ ചേർക്കുന്നത് ദുന്യവിയായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇവിടെ നടക്കൂല, അതുകൊണ്ട് തന്നെ ഹക്കീം ഉസ്താദൊക്കെ നടത്തുന്ന ആൾക്കാർ അത് നടക്കൂല. അപ്പൊ ഇവിടെ ആഖിറേ നടക്കുള്ളൂ. ഇത് ആഖിറത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ്. ഇതിനൊരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നു, സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ഇത് ആഖിറത്തിനുള്ള സംവിധാനമാണ് എന്ന് കരുതിയിട്ടാണ്. നമ്മളൊക്കെ കുട്ടികളെ കൊടുന്നാക്കിയതും ഇത് ആഖിറത്തിന് വേണ്ടിയുള്ള സംവിധാനമാണ് എന്നുള്ള നിലയിലാണ്. അപ്പൊ അതുകൊണ്ട് ലക്ഷ്യം തെറ്റരുത്. ലക്ഷ്യം തെറ്റിയപ്പോഴും പ്രശ്നമാണ്. ഇപ്പൊ ഒരു വലിയ ട്രെൻഡാണ് കുട്ടികളെ ഹാഫിദാക്കണമെന്ന്. ഹാഫിദാക്കണതിനോട് ഞാൻ എതിരൊന്നല്ല. പക്ഷെ എന്തിനാ ഹാഫിദാക്കണെന്ന് ചോദിച്ചാൽ ഗൾഫിൽ ഭയങ്കര ചാൻസ് ആണ് എന്ന് പറയരുത്. വാഫിയാക്കണതും ഗൾഫിത്തെ ചാൻസിനല്ല, ഹുദവിയാക്കണതും ഗൾഫിത്തെ ചാൻസിനല്ല. ഇതിനൊക്കെ ആഖിറത്ത് ചെന്നാൽ ഭയങ്കര ചാൻസ് ഉണ്ടാവും എന്നുള്ള നിലയിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ലക്ഷ്യം തെറ്റിയാൽ മാർഗം തെറ്റും, മാർഗം തെറ്റിയാൽ പിന്നെ ഒക്കെ തെറ്റും. അതുകൊണ്ട് എപ്പോഴും കറക്റ്റായ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോവാൻ നമുക്ക് സാധ്യമാവുമ്പോൾ ജീവിതം കരുപിടിപ്പിക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. കുട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമുണ്ടാകുന്ന സമയമാണ് അഡോളസൻ പീരീഡ് എന്ന് പറയുന്ന കൗമാരപ്രായം. ഈ കൗമാരപ്രായക്കാരായ ആളുകൾക്ക് അവരെ വിമർശിക്കൽ ഇഷ്ടമല്ല, അവർക്ക് അംഗീകാരം കിട്ടലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്ടമുള്ളത്. ഗുണമില്ലാത്ത ഒരു മനുഷ്യനെ അള്ളാഹു തആല പഠിച്ചിങ്ങോട്ട് പറഞ്ഞേക്കണില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഗുണമുണ്ട്, നമ്മളെ കുട്ടികൾക്കും ഗുണമുണ്ടാവും. ഗുണം എന്താണെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞിട്ട് ആ ഗുണമുള്ള കാര്യത്തെ പൊക്കിപ്പിടിച്ച് വലുതാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധ്യമാകുന്ന സന്ദർഭത്തിലാണ് അഡോളസൻസുമായി, കൗമാരക്കാരുമായി നമുക്കുള്ള ഇടപഴകൽ ക്ലിയർ ആകുന്നത്. അങ്ങനെ മുന്നോട്ട് പോവാനാണ് നമുക്ക് സാധ്യമാകുന്നത്. ഈ സംഗമത്തെയും ഈ സംവിധാനത്തെയും എല്ലാ നിലക്കും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിൽ നിന്ന് 45 സെക്കൻഡ് ബാക്കി വെച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.